ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 തരം റെമഡി ആയിട്ടാണ്. അതായത് നമ്മുടെ നെഞ്ചിലും അതുപോലെ തന്നെ തലയിലുള്ള കുറേ നാൾ പഴക്കം ചെന്ന കഫ് ഉണ്ടല്ലോ, അത് വേരോടെ അലിച്ച് കളയുന്ന 2 തരം റെമഡിയുമായിട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 2 വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചതച്ചെടുക്കുകയല്ല, അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ വെളുത്തുള്ളി 8 അല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ വേണം. പിന്നെ ഇതിലേക്ക് 2 നെല്ലിക്ക കൂടെ വേണം. അപ്പൊ ഇത് നമ്മൾ ഉപ്പിലിട്ടിട്ടുള്ള നെല്ലിക്ക അല്ല കേട്ടോ, അത് പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുക. ഞാൻ ഇത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണാണേ. നമുക്ക് ഡെയിലി ഓരോ നെല്ലിക്കൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ചീത്തായിട്ട് പോവല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കണാണ്. ഇനി ഇതുപോലെ തന്നെ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും, എന്നാൽ അതിലത്തെ നീര് കംപ്ലീറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പം അങ്ങനെ നെല്ലിക്കത കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും ഇതുപോലെ തന്നെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് നല്ലൊരു റെമഡിയാണ് കേട്ടോ. കുറേ നാളായിട്ട് നമ്മളെ നെഞ്ചിൽ ഇങ്ങനെ കഫം കെട്ടി നിൽക്കുമല്ലോ, നമ്മൾ ചുമച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് പുറത്തേക്ക് പോവില്ല. സ്ഥിരമായിട്ട് അങ്ങനെ ഉള്ളവരുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കണ്ട കേട്ടോ. അത് അവർ കുടിക്കൂല, പക്ഷെ അത് കൊടുക്കാനായിട്ട് പാടില്ല. ഒരു 10 വയസ്സിന് മീതുള്ള കുട്ടികൾക്ക് മാത്രം ഇത് കൊടുത്താൽ മതി. വലിയവർക്ക് തന്നെ കുറേ നാളായിട്ട് നെഞ്ചിലിങ്ങനെ കഫക്കെട്ട് പോലെ, അതുപോലെ സൈനസൈറ്റിസ് മൂലം നമുക്ക് ഫേസിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ പെയിന്, അതുപോലെ നെറ്റിയുടെ ഭാഗത്തൊക്കെ പെയിന്, തലയുടെ ഓരോരോ സൈഡിലായിട്ട് കഫം കെട്ടി നിന്നിട്ടുള്ള പെയിന്, ഇതിനൊക്കെ നല്ല ഒരു ആശ്വാസമാണ്. ഈ ഒരു പാനീയം കുടിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവുകയും നമുക്ക് ചെസ്റ്റിലുള്ള ആ ബുദ്ധിമുട്ടും ഉറക്കില്ലായ്മ ഒക്കെ പോവും. അങ്ങനെതാ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. കഫക്കെട്ട് മാത്രമല്ല, നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ട് നമ്മൾ ഇതിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ അതാ വെളുത്തുള്ളിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ അതും നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടാ. പെട്ടെന്ന് നമുക്ക് ഇതിന്റെ നീരൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ കുരു ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്തു മാറ്റുക. കുരു അറിയാതൊക്കെ ഓരോന്ന് പെട്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും ഈ ഒരു വെള്ളത്തിന് നല്ല കയ്പുണ്ടാവും. നമ്മൾ ചെറുനാരങ്ങ തോലോട് കൂടിയിട്ടല്ലേ ചേർക്കുന്നത്. അങ്ങനെ അതാ എല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു പാനീയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കുടിക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ നെഞ്ചൊക്കെ ഒന്നുകൊണ്ട് ടൈറ്റ് പോയെന്ന് തോന്നും. കഫം കെട്ടിക്കിടന്നിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ. അപ്പൊ തുപ്പി തുടങ്ങും കഫം ഇളകിയിട്ട്. പിന്നെ 3 ദിവസം ഇത് കുടിക്കണം. അതായത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു 3 നേരത്തിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെക്കുക. അതേപോലെ 3 ദിവസം കുടിക്കുക. അപ്പൊ ഓരോ ദിവസത്തിനുള്ളത് അന്നന്ന് ഉണ്ടാക്കണതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെറുനാരങ്ങ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളം ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് 3 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് നെല്ലിക്കൊക്കെ ശരിക്ക് വെന്ത് വന്ന് അതിൽ നിന്നുള്ള നീരൊക്കെ വെള്ളത്തിലേക്ക് ശരിക്കും ഇറങ്ങുള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്നൊരു തിള വരുന്നത് വരെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെക്കാം. ഇതേപോലെ തിളച്ചു വരുന്ന ടൈമിൽ നമുക്ക് ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്ക് ഇതിലത്തെ നീരൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇതൊരു പകുതിയോളം വറ്റിന്ന് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് ഒരു 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി അൾസർ ഉള്ളവരാണെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. അപ്പൊ നെഞ്ചിരിച്ചിൽ പോലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക. ഇപ്പൊ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊന്ന് അരിച്ചെടുക്കുക അരിപ്പയിലൂടെ.
ഈ അരിച്ചെടുത്ത് പിന്നെ ഒരു 3 നേരത്തിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ ഭക്ഷണത്തിന് ശേഷമാണ് ഇത് കുടിക്കേണ്ടത് കേട്ടോ. ഭക്ഷണത്തിന് മുന്നേ കുടിക്കരുത്, വയറിൻ്റെ ഉള്ളിലൊക്കെ ഒരു എരിച്ചിലുണ്ടാവും. പിന്നെ കുടിക്കുന്ന സമയത്ത് ചെറു ചൂടോടെ കുടിക്കുക. ഇതുപോലെ തന്നെ 3 ദിവസം തുടർച്ചയായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. നെഞ്ചിനുള്ളിലത്തെ കഫത്തിന്റെ പ്രശ്നം, അതുപോലെ തന്നെ സൈനസൈറ്റിസ് മൂലമുള്ള തലവേദനക്കും എല്ലാത്തിനും നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ കഫക്കെട്ടൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള റെമഡി ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തേന് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഒരാഴ്ചക്കുള്ള ഉണ്ടാക്കി വെക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത് കേടൊന്നും വരില്ല. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇതിൽ നമ്മൾ തേന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒട്ടും തന്നെ കേടുവരില്ല. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികളെ ആന്റിബയോട്ടിക് സിറപ്പൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ഇതിലാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് ഇത് നല്ലൊരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരാഴ്ചക്ക് പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ രാവിലെ 1 ടീസ്പൂൺ കഴിക്കുക, വൈകിട്ടും 1 ടീസ്പൂൺ കഴിക്കുക. ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത് കേട്ടോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അലർജി മൂലമുള്ള ചെസ്റ്റിലത്തെ പ്രശ്നങ്ങൾ, കഫക്കെട്ട് ഉണ്ടാവില്ലേ, അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.